ഇന്ന് നമ്മൾ പാൽക്കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 കപ്പ് അരിപ്പൊടിക്കകത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച ചൂട് വെള്ളമാണ് ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാലിനകത്താട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമെങ്കിൽ 2 പാൽ എടുക്കണം. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ച് ഉരുളകളും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 2-3 ഏലക്ക പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വെന്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് 1 പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് കോരിയ തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ ബൈ, സീ യു.